നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ എന്ന് പറയുന്ന കറണ്ട് അഫേഴ്സ് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2026 പ്രധാനപ്പെട്ട പദവികളാണ്. അടുത്തൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം പഠിക്കാനായിട്ട്. കാരണം പദവികളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം. കേരള ഗവർണർ, കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ. കേരള മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നിങ്ങൾ ന്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ, ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അത് തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു കൊള്ളുക. അതുപോലെ തന്നെ മന്ത്രിമാരുടെ കാര്യത്തിലൊന്നും അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ തൽക്കാലം നിങ്ങൾ അത് ആഡാകുമ്പോൾ ചേർത്ത് പഠിച്ചു കൊള്ളുക. ചീഫ് സെക്രട്ടറി എ ജയതിലകാണ് നിലവിലെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. കേരള യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ്. കേരള യുവജന കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് എം ഷാജറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ജി സനൽകുമാറാണ് കേരളത്തിൻ്റെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കറാണ് നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായറാണ് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, കേരള സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെന്നാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാലാണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിക്കും കേട്ടോ, PSCക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ. കാരണം നമുക്ക് സിലബസിൽ ഈ കമ്മീഷനുകളെ കുറിച്ചൊക്കെ പഠിക്കാനുമുണ്ട്. അപ്പോൾ അത് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ തോമസ് ആണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജിയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ നമ്മുടെ ചാനലിൽ ക്ലാസ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ അടുത്ത പരീക്ഷകൾക്ക് മുമ്പായിട്ട് കണ്ടു തീർക്കുക. ഈ 2 ക്ലാസ്സിൽ നിന്നുമായിട്ടൊരു 2 മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞത് ഷുവറായിട്ടും കിട്ടുന്നതാണ്. ഇനി ലോകായുക്ത, നിലവിലെ ലോകായുക്ത എന്ന് പറയുന്നത് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് നിലവിലെ കേരള സംസ്ഥാന ലോകായുക്ത എന്ന് പറയുന്നത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP സാനുവാണ് നിലവിലെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദനാണ്. അപ്പോൾ എൻഷിലൊന്നും മാറിപ്പോവാതെ ഇവരെയൊക്കെ പഠിച്ചുകൊള്ളുക. ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മുരളി ചീരോത്താണ് ലളിതകലാ അക്കാദമി ചെയർമാൻ. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ ഡയറക്ടർ. ആരാണ്? നിലവിലെ കേരള സംസ്ഥാന മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. ചലച്ചിത്ര അക്കാദമി പ്രസിഡന്റ് റസൂൽ പൂക്കുട്ടി. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനും ചലച്ചിത്ര അക്കാദമി പ്രസിഡന്റ് റസൂൽ പൂക്കുട്ടിയുമാണ്. കേരള ബാങ്ക് CEO ജോർട്ടി M ചാക്കോയാണ് നിലവിലെ കേരള ബാങ്ക് CEO. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തിരഞ്ഞെടുത്ത കേരളത്തിലെ നിയമനങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട് വേണ്ടവർ ടെലിഗ്രാം ചാനലിൽ അംഗമാവുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. അതുപോലെ കേരളത്തിലെ നിയമനങ്ങൾ എന്ന് പറയുന്ന ക്ലാസ് കൂടി കാണുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്